നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 +1 ഫിസിക്സിൽ ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ലെസണിൽ ഗ്രാഫിനെ എംഫസൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നൊരു സീരീസ് നമ്മൾ ചെയ്തിരുന്നു. 15 ലെസണും ഒരു ലെസൺ ഒരു വീഡിയോ വെച്ച് ചെയ്തിരുന്നു. അതുകൂടാതെ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഫോക്കസ് ഏരിയ വന്നതിന് ശേഷം ഓരോരോ സബ് ടോപ്പിക്സ് ആയിട്ട് പൊസിഷൻ, പാത്ത് ലെങ്ത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെസൺ ഓരോ പ്ലേലിസ്റ്റ് വീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പുറമെ ഈ ലെസൻ്റെ എക്സാംസൊക്കെ പലതവണ കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുട്ടികൾ പിന്നെയും NCERT ടെക്സ്റ്റ് തന്നെ കോട്ട് ചെയ്തിട്ട് അതെന്താ മിസ്സേ അവിടെ അങ്ങനെ വന്നത്, ഇവിടെ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നിറയെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഗ്രാഫ് എന്നുള്ളത്. അപ്പോൾ ഗ്രാഫിനെ ഭയക്കണോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് NCERT ടെക്സ്റ്റിലുള്ള അതേ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരല്പം വിശദമായിട്ട് നമുക്ക് ഗ്രാഫ് എന്നുള്ള ഭാഗം നോക്കാം. അഥവാ ഈ വീഡിയോ ലെങ്തി ആയിപ്പോയാൽ ക്ഷമിക്കുക. കാരണം ഒരല്പം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാലേ നമുക്കത് മറക്കാതിരിക്കാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണക്കാക്കണം, അതിൻ്റെ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എങ്ങനെ കണക്കാക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യം. അതെല്ലാം വിശദമായി നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതുമാണ്. എന്നിട്ടും സംശയം ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ചാദ്യം മുതൽ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഈ പോർഷൻ ഒന്നും കൂടെ എടുക്കാൻ പോവുകയാണ്. നമുക്ക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ XT, VT, AT ഈ 3 തരം ഗ്രാഫുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇനി ഈ ഗ്രാഫിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും ഈ XTയുടെ സ്ലോപ്പാണ് വെലോസിറ്റി, VTയുടെ സ്ലോപ്പാണ് ആക്സിലറേഷൻ. അത് നമ്മളിതിലെ പുറകിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ ആവശ്യമുള്ള പദങ്ങളാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ പദങ്ങളൊന്ന് ചെറുകെ പരിചയപ്പെടുത്തിയിട്ട് വേണം എനിക്കിതിലേക്ക് വരാൻ. അപ്പോൾ അതിലെ ഞാൻ ആദ്യത്തെ പദം, ഇവിടുത്തെ ആദ്യത്തെ 2 വാക്കുകൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു ലെസൻ്റെ പേര് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അഥവാ 1 ഡയമെൻഷണൽ മോഷൻ. ഇനി അതുമല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ. ഇങ്ങനെ എല്ലാം പറഞ്ഞാലും ഒരേ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അപ്പം 3 വാക്ക് ഞാൻ പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, 1 ഡയമെൻഷണൽ, 1D എന്ന് നമ്മൾ പറയുക, 1 ഡയമെൻഷണൽ മോഷൻ അഥവാ റെക്റ്റിലീനിയർ മോഷൻ. ഇങ്ങനെ 3 തരത്തിൽ പറഞ്ഞാലും നേർരേഖാ ചലനം എന്നാണ് അർത്ഥം. നേർരേഖയിലാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു നേർരേഖയാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചലനം ആരംഭിക്കുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്ത് നമുക്ക് പല രീതിയിൽ അത് ചിന്തിക്കാം. അതായത് നമ്മളൊരു കാറിൽ ഇങ്ങനെ ദൂരെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് വാച്ച് നോക്കിയിട്ട് ആ സമയം ഇപ്പോഴായി, ഏതെങ്കിലും ഒരു സമയം 8 മണി 10 മണി ഏതെങ്കിലും ഒരു സമയം, അത് നമുക്ക് T=0 എന്ന് അസൈൻ ചെയ്യാം. പിന്നീട് ഒരു 11 മണി 12 മണി കഴിയുമ്പോൾ പിന്നെ വണ്ടി എവിടെ എത്തി, ഓക്കെ, അത് മറ്റൊരു സമയം മറ്റൊരു പൊസിഷൻ. അപ്പം നമ്മുടെ യാത്രയുടെ ഇടയിൽ നമുക്ക് 2 വഴിക്ക് പോകാം. ഒന്നുകിൽ മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ പുറകോട്ട് പോകാം. 2 ഓപ്ഷനേ ഉള്ളൂ. കാരണം 1 ഡയമെൻഷനാണെന്ന് പറഞ്ഞു, ഒരേ ഒരു ലൈനേ ഉള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 2 ദിശയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് പോസിറ്റീവാണ് നമ്മൾ വെച്ചാൽ, തിരിച്ച് നേരെ റിവേഴ്സ് പോകുന്നത് നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പഠിക്കാൻ ആകെ വേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിൻ്റെ +x ഡയറക്ഷൻ -x ഡയറക്ഷൻ. ഓക്കെ, ഒറിജിൻ. തൽക്കാലം ഈ 3 വാക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഒറിജിൻ +x -x 1 ഡയമെൻഷൻ മോഷൻ, അത് മതി. ഇനി ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഒന്ന് ഡിസ്റ്റൻസ്, മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ x എന്ന് ഉപയോഗിക്കും. 1 ഡയമെൻഷനാണല്ലോ, x ആക്സിസ് എന്നുള്ളത് കൊണ്ട് x. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ Δx എന്നും പറയും.
എഴുതുന്നിടത്ത് നമ്മൾ എഴുതുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഡിസ്റ്റൻസിന് എക്സ് എന്നും എഴുതുന്നു, ഡിസ്പ്ലേസ്മെൻറ്റിന് ഡെൽറ്റ എക്സ് എന്നും എഴുതുന്നു. ഇനി എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ആണ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ച എത്രയാണോ നമ്മൾ സഞ്ചരിച്ച ദൂരം, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എത്ര നമ്മൾ സഞ്ചരിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു, നമുക്കങ്ങ് ഡൽഹിക്ക് പോകണം. ഡൽഹി വരെ വണ്ടി ഓടിച്ച് ഒരു കുഴപ്പമില്ല. അത്രയും ദൂരം എങ്ങോട്ടാണ് പോയതെന്ന് നോക്കണ്ട, ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് ഒന്നും നമ്മൾ നോക്കണ്ട, ഡയറക്ഷനേ നമ്മൾ നോക്കണ്ട. നേരെ വണ്ടി ഗ്യാരേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ പല വഴി കൂടെ ഒക്കെ പോകുന്നു, എത്രയോ സമയമെടുത്ത് പോകുന്നു, അവസാനം ഡൽഹിയിലെത്തുന്നു. സ്പീഡോമീറ്റർ നോക്കുക, എത്ര ദൂരം സഞ്ചരിച്ചു, സ്പീഡ് എത്ര ഉണ്ടായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയാം. മൊത്തം അല്ലാതെ നമ്മൾ കിലോമീറ്റർ, നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ബുക്കിൽ നമ്മുടെ കിലോമീറ്റർ നോട്ട് ചെയ്യുക, തിരിച്ചെത്തി കഴിഞ്ഞും കിലോമീറ്റർ നോട്ട് ചെയ്യുക, എത്ര ദൂരം സഞ്ചരിച്ചു. അതാണ് ഡിസ്റ്റൻസ് അഥവാ പാത്ത് ലെങ്ത്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ഡയറക്ഷൻ നോക്കണ്ട, സഞ്ചരിച്ച പാത്ത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് പറയുന്ന പേര് സ്കേലാർ ക്വാണ്ടിറ്റി. അതിൻ്റെ നൊട്ടേഷനാണ്, അതായത് അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എക്സ്, അതിൻ്റെ യൂണിറ്റാണ് മീറ്റർ. കിട്ടിയല്ലോ. ഇനി ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ഓബ്ജക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാറ് ഗ്യാരേജിൽ നിന്ന് വണ്ടി ഇറക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മീറ്റർ റീഡിങ് നോക്കുക, എത്തിയതിന് ശേഷം മീറ്റർ റീഡിങ് നോക്കുക, ഏതാണോ ഡെസ്റ്റിനേഷൻ അവിടെ എത്തിയതിന് ശേഷം. അത്രയും വ്യത്യാസം അതെത്രയാണോ എത്രയാണോ ആ ഡിഫറൻസ്, എത്ര കിലോമീറ്റർ, 10,000 20,000 30,000 എത്ര കിലോമീറ്റർ ആയിക്കോട്ടെ, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് അഥവാ പാത്ത് ലെങ്ത്. അത് മീറ്ററിലോ കിലോമീറ്ററിലോ അവിടെ എഴുതി വയ്ക്കുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ചെറുതാണെങ്കിലും ഒരു ദൂരം പോയില്ലേ. അപ്പോൾ സഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൂരം പോയിട്ടില്ല. അപ്പോൾ സഞ്ചരിച്ചോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, അതൊരിക്കലും 0 ആവില്ല. വണ്ടി ഗ്യാരേജിൽ തന്നെ കിടക്കുകയാണ്, എങ്ങോട്ടും പോയിട്ടില്ല. സോ നോ ഡിസ്റ്റൻസ് ട്രാവൽ, ഡിസ്റ്റൻസ് ഇസ് 0. അതാണ് ഡിസ്റ്റൻസ് എന്നുള്ള വാക്ക്. കിട്ടിയല്ലോ. തെറ്റിപ്പോവരുത്, കൺഫ്യൂസ് ചെയ്യരുത്. 2 കാര്യങ്ങൾ. ഒന്ന്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ നൊട്ടേഷൻ എക്സ് ആണ്, അത് പാത്ത് ലെങ്ത് ആണ്, കഴിഞ്ഞു. അടുത്തത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എന്നുള്ളതാണ് താരം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഡെൽറ്റ എക്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ഡെൽറ്റയാണ് താരം. ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റാണ്. ABCD നമ്മൾ പറയുന്നത് പോലെ ഗ്രീക്കിലൊരു ആൽഫബറ്റാണ് ഡെൽറ്റ. ഇതിൻ്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. എന്ത് ചേഞ്ച്? ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. എന്താ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കാർ നേർരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ആ കാറിന് എവിടെ വേണമെങ്കിലും നിർത്താം. ഓക്കെ, അതിന് നിർത്തിയ സ്ഥലങ്ങളാണ്, അതിന് ഇഷ്ടമുള്ളിടത്ത് വേണമെങ്കിൽ നിർത്താം. അപ്പം അതിന് തോന്നുകയാണ് ക്യൂവിൽ നിർത്തണം, പിയിൽ നിർത്തണം, ആറിൽ നിർത്തണം, എവിടെ വേണമെങ്കിലും നിർത്താം. അതെല്ലാം വ്യത്യസ്ത പൊസിഷൻസ് ആണ്. ഇനി അവിടെ നിർത്തണം എന്നും കൂടെ ഇല്ല. നമ്മൾ യാത്ര തിരിച്ചു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഏതൊക്കെയോ സമയത്ത് നമ്മൾ സമയം നോക്കുമ്പോൾ, ഇപ്പം നമ്മളെവിടെ എത്തി എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ ആയാലും മതി. അപ്പം നമ്മൾ പറയാണ് 10 മണിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി, മുംബൈ, വേറൊരു സ്ഥലത്ത് 11 മണിക്ക് വേറൊരു സ്ഥലത്തെത്തി, നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലം പറയാം, നോ പ്രോബ്ലം. അപ്പോൾ ആ പൊസിഷൻസ് ആണ് PQR തുടങ്ങിയവ. ഈ പൊസിഷൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. എന്താ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ? ടൈം മുമ്പോട്ട് മാത്രമേ പോവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ 10 മണിക്ക് നമ്മളൊരു പൊസിഷൻ എടുത്തു, 12 മണിക്ക് നമ്മളൊരു പൊസിഷൻ എടുത്തു എന്ന് പറയുമ്പം ഏതാ ഫൈനൽ പൊസിഷൻ? 10 മണിയാണോ 12 മണിയാണോ? 12 മണിയല്ലേ? അപ്പോൾ 10ഉം 12ഉം നമ്മൾ നോക്കുമ്പോൾ 10 മണിയാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യൽ ടൈം. 12 എന്ന് പറയുമ്പോൾ 12 മണിയാണ് ഫൈനൽ ടൈം, ആ സമയത്തെ പൊസിഷൻ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ചേഞ്ച് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഓർത്തോളം,
ഡെൽറ്റ എക്സ് ഈക്വൽ ടു x2 മൈനസ് x1. x2 മൈനസ് x1 ചേഞ്ച് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ t1 ടൈമിലുള്ള പൊസിഷൻ x1, t2 ടൈമിലുള്ള പൊസിഷൻ x2. ഇൻ്റർവൽ ആ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്നത് t2 മൈനസ് t1. ഈ ടൈം ഇൻ്റർവെല്ലിൽ അതായത് ഞാൻ പറഞ്ഞു 10 മണി 11 മണി, ഈ 1 മണിക്കൂർ ഗ്യാപ്പിൽ എത്ര പൊസിഷൻ ചേഞ്ചാണ് ഉണ്ടായത്? 10 മണിക്ക് x1 ആണെങ്കിൽ 11 മണിക്ക് x2 ആണെങ്കിൽ ആ പൊസിഷൻ ചേഞ്ച് എത്ര ഇൻ്റർവെല്ലിൽ? t2 മൈനസ് t1. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. കിട്ടിയോ? ഇനി അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സത്യത്തിൽ ഇവിടെ 1 ഡയമെൻഷനിൽ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഒരുപാട് സാധ്യതകളില്ല. കാരണം നമുക്ക് 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നേരെ മുകളിലോട്ട് അല്ലെങ്കിൽ നേരെ താഴോട്ട്, സ്ട്രെയിറ്റ് ലൈൻ. ഇനി അതല്ലെങ്കിൽ വശത്തോട്ട്, റൈറ്റ് ലെഫ്റ്റ്, ഇത്രയേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ വെക്ടറിന് ഒരുപാട് സാധ്യതകളില്ല. അടുത്ത ലെസണിലേക്ക് നമ്മൾ വെക്ടർ വിശദമായി പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ 4 സ്കെലാർ വെക്ടർ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. 1 ഡയമെൻഷനെ സംബന്ധിച്ച് 2 ഡയറക്ഷനേ ഉള്ളൂ. അതാണ് നമ്മുടെ +x -x. ഇനി y എടുക്കുകയാണെങ്കിൽ മുകളിലോട്ട് +y, താഴോട്ട് -y. ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷനോട് ചേർന്ന്, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേർത്ത് പറയുന്നതിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ +20 എന്ന് എഴുതിയിട്ടുണ്ട്. +20 അല്ല, +240 എന്ന് എഴുതിയിട്ടുണ്ട്. +240 Q എന്ന് പറയുന്ന സ്ഥലം. ആ +240 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഒറിജിനിൽ നിന്ന് വലത്തോട്ട് +x ഡയറക്ഷനിൽ 240 എന്നർത്ഥം. മീറ്റർ, ഓഫ് കോഴ്സ് ഇതിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ്, ഇത് മീറ്ററിൽ തന്നെയാണ് ഇങ്ങോട്ടും. ഇനി തിരിച്ച് ഇത് -120 ആണ് ആർന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ -120 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറിജിനിൽ നിന്ന് ഇടത്തോട്ട് -120 മീറ്റർ. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഇട്ടാൽ തന്നെ ഡയറക്ഷനായി, കാരണം 1 ഡയമെൻഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നൊട്ടേഷൻ ഞാൻ പറഞ്ഞു. ഇനി ഇതിന് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ക്വാണ്ടിറ്റിക്ക് 0 വാല്യൂ വരാം, പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം. അതേസമയം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ പറ്റൂ. നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്രയൊന്ന് നോട്ട് ചെയ്ത് പോകാം. എന്താണ് ഇതിന്റെ ഓരോന്നിന്റെ അർത്ഥം? ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇവിടെ കാണേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ്, ഞാൻ പറഞ്ഞു ആ ദൂരം മാത്രം കണ്ണിൽ പെട്ടാൽ മതി. എങ്ങോട്ട് നമ്മൾ നോക്കുക വേണ്ട. ഇത് നമ്പർ ലൈനാണ്. നമുക്കറിയാം ഇവിടെ നമ്പർ ലൈനിൽ ഓരോ ഗ്യാപ്പ് 40, 80. ഈ ഗ്യാപ്പ് 40 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര 40 ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി ഡിസ്റ്റൻസ് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ അത് പോരാ. ഇവിടെ ഡെൽറ്റ എക്സ് ആണ് വേണ്ടത്. എന്താ ഡെൽറ്റ എക്സ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഓർത്ത് വെക്കണം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു x2 മൈനസ് x1. അല്ലെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ, അല്ലെങ്കിൽ xf, x1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ. അത് രണ്ടും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോളം ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വെറുതെ എത്ര 40, ഞാൻ പറഞ്ഞില്ല എത്ര ഗ്യാപ്പ് ട്രാവൽ ചെയ്തു മാത്രം നോക്കിയാൽ മതി. ഇവിടെ കണ്ണടച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. O to P. O എവിടെയാ, P എവിടെയാ, വേറെ ഒന്നും നോക്കണ്ട. O ഇതാണ് P. അപ്പൊ O മുതൽ P വരെ എത്ര ദൂരം? 360. അപ്പൊ ആൻസർ കിട്ടി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 360 മീറ്റർ. ഞാൻ മനഃപൂർവ്വം ഇവിടെ പ്ലസും മൈനസും ഒന്നും ഇടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇതിന് ഡയറക്ഷൻ വേണ്ട. ഇവിടെ ഈ കേസിൽ 1 ഡയമെൻഷൻ മോഷനിൽ പ്ലസ് എന്നിട്ടാലും മൈനസ് എന്നിട്ടാലും ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഇടുന്നില്ല. ആ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് അതിന്റെ വാല്യൂ? O മുതൽ P വരെ ഞാൻ നടന്നാൽ ഞാൻ എത്ര നടക്കണം? 360 മീറ്റർ നടക്കണം. കഴിഞ്ഞു.
ഇതേ കാര്യം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും ചെയ്ത് നോക്കിയാൽ എങ്ങനെ വരും? O to P കാണണമെങ്കിൽ O എന്റെ ഇനീഷ്യൽ പോയിന്റ്, P എന്റെ ഫൈനൽ പോയിന്റ്. സോ ഡെൽറ്റ എക്സ് എങ്ങനെ വരും? x2 മൈനസ് x1. ഇനീഷ്യൽ പോയിന്റ് ഏതാണ്? O. ഫൈനൽ പോയിന്റ് ഏതാണ്? P. അപ്പൊ P എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് 360 മീറ്റർ ഡെഫിനറ്റ്ലി, മൈനസ് ഇതാണ് എന്റെ x2. x1 O ആണ്. O എന്ന് പറയുന്നത് 0 മീറ്റർ. മീറ്റർ ഞാൻ എഴുതുന്നില്ല, അണ്ടർസ്റ്റുഡ് ആണ്, മീറ്റർ ആണ്. അപ്പൊ എന്റെ ആൻസർ എത്ര വരും? പ്ലസ് 360 മീറ്റർ. ഇവിടെ നോക്കൂ, ഒരു പ്ലസ് സൈൻ ഇട്ടിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് ഒരു പ്ലസ് സൈൻ ഉണ്ട്. ഇവിടെ പ്ലസ് വിട്ടിട്ടില്ല, മൈനസ് വിട്ടിട്ടില്ല. ഇതിന്റെ അർത്ഥം മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇതിന്റെ അർത്ഥം 360 മീറ്റർ ടുവേർഡ്സ് പ്ലസ് എക്സ് ഡയറക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. രണ്ടും കൂടെ ചേർത്താണ് ഞാൻ ഈ 360 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. കിട്ടിയല്ലോ? ഇതിന് പറയുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്, ഇതിന് പറയുന്ന പേര് ഡിസ്റ്റൻസ്. അടുത്തതിലേക്ക് വരാം. P to Q. P മുതൽ Q വരെ ഏതാണ് P, ഏതാണ് Q? ഇതാണ് P, ഇതാണ് Q. അതൊന്നും നോക്കണം, നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. 40, 80, 120 കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എങ്ങനെ എഴുതാം? അവിടെ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? P to Q എന്ന് പറയുമ്പോ നമുക്ക് കണ്ണടച്ചെഴുതാം. x ഈക്വൽ ടു P മുതൽ Q വരെ 40, 80, 120. അത് നേരെ അങ്ങ് എഴുതിയാൽ മതി. 120 മീറ്റർ. കഴിഞ്ഞു. എവിടുന്ന് എങ്ങോട്ടൊന്നുമില്ല. ആ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാ, ആ ഗ്യാപ്പ് എഴുതി. അടുത്തത് അതേ കാര്യം P to Q ഇവിടെ വന്നാൽ എങ്ങനെ എഴുതും? P to Q. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഏതാ? P. ഫൈനൽ പോയിന്റ് ഏതാ? Q. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഫൈനൽ Q. Q ഏതാ? പ്ലസ് 240 മൈനസ്, ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. P to Q. Qവിൽ എത്തി. അപ്പൊ എത്തിയത് 240. എവിടെ നിന്നാ തുടങ്ങിയത്? P. P എത്രയാ? പ്ലസ് 360. അപ്പൊ എത്ര കിട്ടി വ്യത്യാസം? 240 മൈനസ് 360 മൈനസ് 120 മീറ്റർ. എന്താ ഇതിന്റെ അർത്ഥം? ഇപ്പൊ കാർ എവിടെയാ നിൽക്കുന്നേ? ആദ്യം എവിടെയാ നിന്നേ? ചേഞ്ചിങ് പൊസിഷൻ. ആദ്യം നിന്നത് P, പിന്നെ നിൽക്കുന്നത് Q എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ ഇവിടെ ആയിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് 120 മീറ്റർ പുറകിലേക്ക് മാറി. അതാണ് മൈനസ് 120 മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം മനസ്സിലായോ? മൈനസ് 120 മീറ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു. P to Q എന്ന് പറയുമ്പോ കാറ് എവിടെ നിന്ന് എങ്ങോട്ട് പോയി നമ്മൾ സങ്കല്പിച്ച് നോക്കാം. ഇവിടെയാണ് കാർ നിന്നത്. ഇവിടെ നിന്ന് 120 മീറ്റർ പുറകിലേക്ക് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ പ്ലസ് എക്സ് എന്ന് എടുക്കുമ്പോ മൈനസ് പറഞ്ഞാൽ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് പുറകിലേക്ക് 120 മീറ്റർ വന്നു എന്നർത്ഥം. അതാണ് മൈനസ് 120. അതുപോലെ തന്നെയാണ് ഇവിടെ പ്ലസ് 360 മീറ്റർ എന്ന് പറയുമ്പോഴും ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് 360 മീറ്റർ പ്ലസ് എക്സിലേക്ക് പോയി. കിട്ടിയില്ലോ? അടുത്തത് O to P, then P to Q. ആലോചിച്ചോക്കിയേ, O മുതൽ P വരെ എത്രയാ? O to P, then P to Q. O മുതൽ P വരെ നമ്മൾ ഇവിടെ എഴുതി വെച്ചു 360 മീറ്റർ. നിന്നില്ല, അവിടെ നിന്ന് മടക്കാണ്. മടങ്ങി Q വരെ എത്തി. അപ്പൊ 360, 400, 440, 480. ശരിയല്ലേ? അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ആൻസർ എത്ര എഴുതി വെച്ചാൽ മതി? 480 മീറ്റർ. അത്രയും ദൂരം നടന്നു, ഇവിടെ വരെ പോയി തിരിച്ചിവിടെ വരെ വന്നു. ഓക്കെ, പാത്ത് ലെങ്ത്, സഞ്ചരിച്ച വഴി. ഇനി ഇങ്ങോട്ടൊന്ന് വന്നേ. O to P, then P to Q. ഇവിടുത്തെ കാര്യം
നമുക്ക് തുടങ്ങിയതും തീർന്നതും മതി, ഇടയ്ക്കുള്ളത് നോക്കണ്ട. നമുക്ക് 2 പോയിന്റ്സേ ഉള്ളൂ, ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് എന്തായിരുന്നു? Q. ഇനീഷ്യൽ പോയിന്റ് എന്താണ്? O. വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ഏതാണ്? O. ഫൈനൽ പോയിന്റ് Q. അപ്പൊ Q എന്താന്ന് നോക്കാം. Q എന്താണെന്ന് നോക്കിയേ, +240. അപ്പൊ എന്ത് കിട്ടും? +240 മീറ്റർ മൈനസ്, അതാണ് നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ. O to P എത്തി, P to Q എത്തി. ഫൈനലി അത് എവിടെയാണ് നിൽക്കുന്നത്? Q. Q എന്ന് പറഞ്ഞാൽ എന്താണ്? +240 മീറ്റർ. തുടങ്ങിയത് എവിടുന്ന? O. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 0 മീറ്റർ. സോ വാട്ട് ഈസ് ആൻസർ? +240 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ +240 മീറ്റർ എന്ന് പറഞ്ഞ അർത്ഥം? ഇദ്ദേഹം തുടങ്ങിയത് ഇവിടെയായിരുന്നു യാത്ര. ഇപ്പൊ നിൽക്കുന്നത് ആ യാത്ര തുടങ്ങിയിടത്ത് നിന്ന് 240 മീറ്റർ +x ഡയറക്ഷനിൽ. അതല്ലേ അതിന്റെ അർത്ഥം? ഫിനിഷ്ഡ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പൊസിഷൻസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യം എവിടെ നിന്നു, ഇപ്പൊ എവിടെ നിന്നു, ആ റിലേറ്റീവ് ചേഞ്ച് ഇൻ പൊസിഷൻ. ആദ്യം ഞാൻ ഇവിടെ നിന്നു, ഞാൻ ഇങ്ങോട്ട് നിൽക്കുകയാണ്, ഞാൻ വലത്തേക്ക് മാറിയിരുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ ഞാൻ നിന്നു, ഇവിടെ നിന്ന് ഞാൻ ഇനി മാറാണ്, ഞാൻ ഇടത്തേക്ക് മാറി നിന്നു എന്ന് പറയേണ്ടി വരും. എന്റെ വലത്തും ഇടത്തുമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അല്ല. അപ്പോ ആ രീതിയിൽ നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി 1-2 എക്സാമ്പിൾസും കൂടെ ഇതിൽ തന്നെ ഉണ്ട്, നമുക്കൊന്ന് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അപ്പൊ അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. നോട്ട് ചെയ്യാം. 2 കേസും കൂടെ നോക്കാം. O to P ബാക്ക് ടു O എന്ന് പറഞ്ഞ എന്താ അർത്ഥം? O മുതൽ P വരെ വന്നു, തിരിച്ച് Oയിലേക്ക് വന്നു. അപ്പൊ എങ്ങനെ വരും? എത്ര ദൂരം സഞ്ചരിച്ചു? ഇങ്ങോട്ടും 360 മീറ്റർ സഞ്ചരിച്ചു, ഇങ്ങോട്ടും 360 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഒട്ടാകെ എത്ര സഞ്ചരിച്ചു? 360 പ്ലസ് 360. അപ്പൊ എത്ര കിട്ടി? 720 മീറ്റർ മൊത്തം സഞ്ചരിച്ചു. അതാണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ എങ്ങനെ വരും? O to P then back to O. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ x ഈക്വൽ ടു x2 മൈനസ് x1 അഥവാ x ഫൈനൽ മൈനസ് x ഇനീഷ്യൽ. ഇവിടുത്തെ പ്രശ്നം എന്താ? തുടങ്ങിയത് ഇവിടുന്നാണ്, തീർന്നത് ഇവിടെയാണ്. നമുക്ക് തുടങ്ങിയതും തീർന്നതും പോരെ. അപ്പോ ഇത് രണ്ടും ഒരേ പോയിന്റ് ആണ്. ഇതെന്ത് വരും? 0 0 ഒറിജിൻ ആണ്. അപ്പോ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്ന് തന്നെ ആയതിനാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വന്നു? 0. അപ്പൊ നമ്മൾ തൊട്ട് നേരത്തെ കണ്ടിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇവിടെ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് പോലും ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 720 മീറ്റർ. ഞാനിവിടെ എഴുതിയെടുത്തൊന്നും ഞാൻ പ്ലസും മൈനസും എഴുതിയിട്ടില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് അല്ലാത്ത വാല്യൂ കിട്ടിയതേയില്ല. ഇവിടെയാണ് പോസിറ്റീവ് വന്നു, നെഗറ്റീവ് വന്നു, ഇപ്പൊ 0യും വന്നു. ഒന്നുകൂടെ ചെയ്യാം. O to P then P to R. അതെന്താണാവോ? O to P എന്ന് പറഞ്ഞാൽ 360, P to R എന്ന് പറയുമ്പോ എത്ര വരും? ആലോചിച്ച് നോക്കിയേ. O to P, P to R. O to P എത്രയാ? 360 പ്ലസ് P to O എന്ന് വരുമ്പോ എത്ര വന്നു? വീണ്ടും ഒരു 360 പ്ലസ് കഴിഞ്ഞിട്ടില്ല, 6 വരെ 120. അപ്പൊ എത്ര കിട്ടി? എത്ര കിട്ടി? 6 6 12, 12 14, 3 3 6 7 8. അപ്പൊ എത്ര നമുക്ക് എത്ര കിട്ടി? 840 മീറ്റർ. കാരണം ഇവിടെ വരെ എത്തിയപ്പോ തന്നെ എത്ര സഞ്ചരിച്ചിട്ടുണ്ട്? 720. അതിന്റെ കൂടെ വീണ്ടും ഒരു 120 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 840 കിട്ടിയത്. ഇനി അതേ കാര്യം ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റാർട്ട് ഏതാ, എൻഡ് ഏതാ? സ്റ്റാർട്ട് ഏതാ? O. ഉറപ്പല്ലേ? O ടു P. P ഏതാ? ഇവിടെ. ഇവിടെ നിന്ന് മടക്കം എങ്ങോട്ട്? 6 വരെ.
അപ്പൊ നമ്മുടെ ഫൈനൽ പോയിന്റ് ഏതാണ്? ആർ. ഇനീഷ്യൽ പോയിന്റ് ഏതാ? ഓ. എഴുതി നോക്കാം. ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഫൈനൽ പോയിന്റ് ആർ. ആർ എത്രയാ? -120 മീറ്റർ മൈനസ് ഇനീഷ്യൽ പോയിന്റ് 0 meter. So what is the answer? -120 meter. വീണ്ടും അതിന്റെ അർത്ഥം പറ. എന്താ അർത്ഥം? O to P, P to R ഒക്കെ യാത്ര ചെയ്തു. ശരിയാണ്. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ആദ്യം എവിടെയാ നിന്ന്? ആദ്യം എവിടെ നിന്ന്? ഒറിജിൻ. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഒറിജിനിൽ നിന്ന് 120 മീറ്റർ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ. രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ പ്ലസ് എക്സ് ഡയറക്ഷനിൽ പോണം, അല്ലെങ്കിൽ മൈനസ് എക്സ് ഡയറക്ഷനിൽ പോണം. എങ്ങോട്ടാ പോയത്? 120 മീറ്റർ ഇൻ ദ മൈനസ് എക്സ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ. ആദ്യം നിന്നിടത്ത് നിന്ന് ഇപ്പൊ എവിടെ? ആദ്യം നിന്നത് ഒറിജിനിലാണ്. ഇപ്പൊ നിന്നത് ഒറിജിനിൽ നിന്ന് 120 മീറ്റർ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയാവാം? 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി ഡിസ്റ്റൻസോ എങ്ങനെയാണെങ്കിലും അതിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ക്യാൻ നെവർ ബി 0 ഓർ നെഗറ്റീവ്. ഇത് നന്നായിട്ട് തലയിലേക്ക് ഇടിച്ചു കയറ്റിയാലേ അടുത്ത സ്റ്റെപ്പും തൊട്ടടുത്ത സ്റ്റെപ്പും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് അറിയാം എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ആവറേജ് സ്പീഡും പറ്റും. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള വാക്ക് അറിയാമെങ്കിൽ ആവറേജ് വെലോസിറ്റിയും പറ്റും. എന്തുകൊണ്ടെന്നാൽ ഇത് സ്കേലാറാണ്, ഇതും സ്കേലാറാണ്. ഇത് വെക്ടറാണ്, ഇതും വെക്ടറാണ്. അപ്പൊ ഹൗ ഫാസ്റ്റ്, ഹൗ സ്ലോ, അതാണ് വാക്ക്. നമുക്ക് മനസ്സിലായി ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടായി. ഓയിലായിരുന്നു, പിയിലായിരുന്നു, ക്യൂയിലായിരുന്നു. പൊസിഷൻ മാറുന്നുണ്ട്, സമ്മതിച്ചു. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ആ പൊസിഷൻ മാറുന്നത്? വണ്ടിക്ക് എത്ര വേഗത, സ്പീഡോമീറ്റർ, ഇതൊക്കെ എന്തിനാണ്? വണ്ടിയുടെ വേഗത അറിയാൻ. അപ്പൊ ഹൗ ഫാസ്റ്റ്, ഹൗ സ്ലോ എന്നുള്ളതിന് ഉത്തരമാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇത് ഡിസ്റ്റൻസ്, റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതാണ് വ്യത്യാസം. അപ്പൊ വെലോസിറ്റി എന്നുള്ള ടേം പറയുമ്പോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവെൽ ആണെങ്കിൽ, സ്പീഡ് എന്നുള്ള ആളെ പറയുമ്പോ ഡിസ്റ്റൻസ് ബൈ ടൈം ഇന്റർവെൽ. അത്രയേ ഉള്ളൂ. ഇനി സാധാരണ നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്നൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോ x/t എന്ന് പറയുള്ളൂ. അത്രേ പറയുള്ളൂ. വെലോസിറ്റി ആയാലും സ്പീഡായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാം. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണം, ഡിസ്റ്റൻസ് ബൈ ടൈം, x/t. ഇനി ആവറേജ് എന്ന് കാണിക്കാനാണ് ഈ ബാർ ഇട്ടിരിക്കുന്നത്. ഇതൊരു വെക്ടർ എന്നുള്ളതിനുപരി ഇതൊരു ആവറേജ് ക്വാണ്ടിറ്റി ആണെന്ന് കാണിക്കാനാണ് ബാർ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ O to P സഞ്ചരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ആവറേജ് വെലോസിറ്റി കാണണമെങ്കിൽ O to P നമുക്ക് അറിയാം. O to P വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ചതാണ്. O and P 360 മൈനസ് 0 ഡിവൈഡഡ് ബൈ അതിന് വേണ്ട ടൈം. സപ്പോസ് 36 സെക്കൻഡ്സ് ആണ് നമുക്ക് അറിയാന്ന് വെച്ചോ. 36 സെക്കൻഡ് കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നുണ്ടെങ്കിൽ 36, ഇത് ടൈം 0, ഇവിടെ എത്തുമ്പോ 36 സെക്കൻഡ്സ് എന്ന് വെച്ചോ. സോ ദ ആൻസർ ഇസ് ഒബ്വിയസ്ലി 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അതിനുള്ള ടൈമും കൂടെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് വെലോസിറ്റി ആയിട്ട് മാറും. നേരത്തെ നമ്മൾ കുറെ 5 കേസ് ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടു, 5 കേസ് ഡിസ്റ്റൻസും കണ്ടിരുന്നു. ആ ഓരോ കേസിലും ടൈം ഇന്റർവെലും കൂടെ നമുക്ക് അറിയാമായിരുന്നു എങ്കിൽ ഡിവൈഡ് ചെയ്താൽ നേരെ നമുക്ക് ആവറേജ് വെലോസിറ്റീസും ആവറേജ് സ്പീഡും കിട്ടും. 5 കേസിലും കിട്ടിയല്ലോ. ഓക്കെ. ഇനി ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ട്? സ്പീഡ് സ്കേലാർ ആണ്. ഇനി അതുകൊണ്ട് തന്നെ സ്പീഡ് ഡിസ്റ്റൻസിനാണ് പോസിറ്റീവ് വാല്യൂസേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പീഡിന് പോസിറ്റീവ് വാല്യൂസേ പറ്റുള്ളൂ. ഇവിടെയോ ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇയാളും വെക്ടർ ക്വാണ്ടിറ്റി ആയി. ടൈം ഒരിക്കലും വെക്ടർ അല്ല, അത് സ്കേലർ ആണ്. അതുകൊണ്ട് തന്നെ
ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് 0 നെഗറ്റീവ് ആകും നമ്മൾ പറഞ്ഞു. 5 കേസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയും എന്തൊക്കെയാവാം? 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലായി, വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് തന്നെ സ്പീഡിന്റെ വാല്യൂ, സ്പീഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ആയിരിക്കും ഒരു പർട്ടിക്കുലർ കേസിൽ കേട്ടോ. അപ്പൊ നമ്മൾ 5 കേസസ് കണ്ടില്ലേ? ഈ 5 കേസസ് നമ്മൾ നോക്കുമ്പോ ഡിസ്റ്റൻസ് ചില സ്ഥലത്ത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആവുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസ് ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്, തിരിച്ചല്ല. അതുകൊണ്ട് തന്നെ ആ കേസസിലെല്ലാം സ്പീഡ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി. കിട്ടിയല്ലോ? അപ്പൊ 4 ടേംസ്: ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് വെലോസിറ്റി. ഇത് ഇങ്ങനെ തന്നെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ XT ഗ്രാഫിലേക്ക് ഒന്ന് കടക്കാം. XT ഗ്രാഫിന്റെ പേരാണ് XT. X എന്തായിരുന്നു? ഡിസ്റ്റൻസ് ആവാം, ഡിസ്പ്ലേസ്മെന്റ് ആവാം. നമ്മൾ ജനറലി ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ പൊസിഷൻ, T10. അപ്പൊ നമ്മൾ XT ഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. XT ഗ്രാഫ് 2 കേസാണ്. ഇത് കേസ് 1, ഈ കേസ്, ഇത് കേസ് 2. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നോക്കാം. കേസ് 1 ഈ ചിത്രത്തിൽ നോക്കാം. ഈ ചിത്രത്തില് X ആക്സിസിൽ ടൈം സെക്കൻഡ്സിലും Y ആക്സിസിൽ ഡിസ്റ്റൻസ് മീറ്ററിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പേര് XT ഗ്രാഫ് എന്നുള്ളത്. ശ്രദ്ധിക്കണം, പേര് ശ്രദ്ധിച്ചോളം, ആക്സിസ് നോക്കണം. അപ്പൊ ഇത് ജനറലി X ആക്സിസ്, ഇത് ജനറലി Y ആക്സിസ്. അപ്പൊ X ആക്സിസിൽ നമ്മൾ എപ്പോഴും ടൈം ആയിരിക്കും എടുക്കുക, അത് ഓർത്തോളാം. Y ആക്സിസിൽ പൊസിഷൻ ആവാം, വെലോസിറ്റി ആവാം, ആക്സിലറേഷൻ ആവാം. അതനുസരിച്ച് XT ഗ്രാഫ് ആവാം, VT ഗ്രാഫ് ആവാം, AT ഗ്രാഫ് ആവാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് XT ഗ്രാഫ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, ഒറ്റ ഒരു ഡയറക്ഷനിലെ മോഷൻ ഉള്ളൂ, ഐദർ പ്ലസ് ആക്സിസ് ഓർ മൈനസ് X ആക്സിസ്. ഇവിടെ എപ്പോഴും X ആക്സിസിൽ നോക്കുക, ഒരേ സ്ഥലത്താണ്. 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ്. ഈ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടും ആ വസ്തു എവിടെയാണോ നിന്നത്, 40 മീറ്ററിലായിരുന്നു, ആ 40ൽ തന്നെ തുടരുകയാണ്. 10, 20, 30. ഈ പോയിന്റിൽ നമുക്കറിയാം, ഒരു ഗ്രാഫിൽ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നത് X, Y എന്നാണ്. ഈ ഒരു പോയിന്റിനെ നമ്മൾ X, Y എന്നാണ് രേഖപ്പെടുത്തുക. അതിന്റെ അർത്ഥം എന്താ? X എത്രയാണ്? 10, Y എത്രയാ? 40. അപ്പൊ നോക്കൂ, ഇതിലെ എല്ലാ പോയിന്റ്സ്, ഈ പോയിന്റ് ആണെങ്കിലും, ഈ പോയിന്റ് ആണെങ്കിലും, ഈ പോയിന്റ് ആണെങ്കിലും, ഇതിന്റെ Y ആക്സിസ് മാറുന്നില്ല. മാറുന്നത് X ആക്സിസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ പാരലൽ ടു X ആക്സിസ് ആണ്. എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു X ആക്സിസ് എന്ന് പറഞ്ഞാൽ Y ആക്സിസ് ഇസ് എ കോൺസ്റ്റന്റ്. ഇവിടുത്തെ Y വാല്യൂ മാറാതെ നിൽക്കും. എന്ന് വെച്ചാൽ പൊസിഷൻ മാറുന്നതേ ഇല്ല, സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന മുഴുവൻ സമയം സ്റ്റഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ സമയം അങ്ങനെ പോകുന്നുണ്ട്, ഞാൻ മാറുന്നില്ല. അപ്പോ എന്റെ പൊസിഷന് ചേഞ്ച് ഇല്ല, ടൈമിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. എന്ന് പറഞ്ഞാൽ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും നമ്മൾ ഒരേ കസേരയിൽ ഒരേ സ്ഥലത്തിരുന്നാൽ നമ്മൾ റെസ്റ്റിലാണെന്ന് പറയും, അഥവാ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെന്ന് പറയും. അപ്പൊ റെസ്റ്റ് എന്നോ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്നോ എനിക്ക് വാക്കാലെ പറയുന്നതിന് പകരം അത് ചിത്രരൂപത്തിൽ കാണിക്കാം. ഈ ചിത്രരൂപത്തിന് പറയുന്ന പേരാണ് ഗ്രാഫ്. ഒരേ കൺസെപ്റ്റ് ആണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാലും സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും എന്താണോ അർത്ഥമാക്കുന്ന അതേ കാര്യം എനിക്ക് ചിത്രരൂപത്തിലും ചെയ്യാൻ പറ്റും. ഇനി കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടൈം 1, 2, 3 ടൈം കൂടുന്നു. ആ ടൈം കൂടുന്നതിനനുസരിച്ച് 1 സെക്കൻഡ് ആയിരുന്നപ്പം ഓബ്ജക്ട് 10 മീറ്ററിലായിരുന്നു. 2 സെക്കൻഡ് ആയപ്പം ഓബ്ജക്ട് 20 മീറ്ററിലേക്ക് മാറി. 3 സെക്കൻഡ് ആയപ്പം ഓബ്ജക്ട് 30 മീറ്ററിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ കൃത്യം ഗ്യാപ്പ് കൃത്യമാണ്. 0 to 1 ആ ഇന്റർവെൽ, ടൈം ഇന്റർവെൽ 10 മീറ്റർ. അടുത്ത ടൈം ഇന്റർവെൽ 1 to 2 10 മീറ്റർ. അടുത്ത ടൈം ഇന്റർവെൽ 2 to 3
1 മീറ്റർ എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും വസ്തു കൃത്യം അളവിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തുല്യ ദൂരം തുല്യ സമയം, തുല്യ ദൂരം തുല്യ സമയം. ആ റേഷ്യോ, ഇതിന്റെ റേഷ്യോ അപ്പൊ എപ്പോഴും തുല്യമായിരിക്കും. ഈ വാല്യൂ, ഈ കിട്ടുന്ന ഈ റേഷ്യോ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് മാറുകയേ ചെയ്യില്ല. നമ്മളപ്പോ പറയും യൂണിഫോം മോഷൻ അഥവാ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. ഇതിന് വെലോസിറ്റി എന്നാ പറയാ. അപ്പൊ ഇത് കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഗ്രാഫിന്റെ ഒരു ഉപയോഗമാണത്. ഈ ഗ്രാഫിന്റെ പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ് സ്ലോപ്പ് കിട്ടിയാൽ. സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ ചരിവ്. നമ്മൾ ചരിവ് അളക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ് നമുക്കറിയാം അല്ലെ, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ് നമുക്കറിയാം. എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്, ശ്രദ്ധിക്കണം, എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ആംഗിൾ അളക്കേണ്ടത്. എപ്പോഴും നമ്മൾ 0 to 360 അളക്കുന്നത് അങ്ങനെ തന്നെയാണ്. എക്സ് ആക്സിസ് 0 ആണെങ്കിൽ ഇതിങ്ങനെ പോയി തിരിച്ച് ഇവിടെ എത്തിയാൽ 360. അപ്പോ ഈ ലൈൻ, ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ ഇങ്ങനെയാവാം, തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വരെ വരും. അപ്പൊ തീറ്റ 0 to 360. ഈ ആംഗിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തീറ്റ. അത് ഞാൻ ഇങ്ങനെ ഒരു സ്ലോപ്പ് എടുത്താലും ഇങ്ങനെ വലിയ ഒരു ട്രയാംഗിൾ ഒഴിച്ചിട്ട് സ്ലോപ്പ് എടുത്താലും എല്ലാം ആംഗിൾ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോയി. ഈ പോയിന്റിൽ ഇതാണ് എന്റെ ഹൊറിസോണ്ടൽ, ഇതാണ് എന്റെ പോയിന്റ് എങ്കിൽ ഇതാണ് എന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഞാൻ എന്താ ഇങ്ങനെ എടുത്തു, തീറ്റ സെയിം ആണ്. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്തു, തീറ്റ സെയിം ആണ്. ആ തീറ്റയുടെ ടാൻ കാണണം, അതിനെയാണ് സ്ലോപ്പ് എന്ന് പറയുക. ഒരല്പം മാത്സ്. അപ്പോ സ്ലോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ ടാൻ തീറ്റ. ഇനി ടാൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഡെൽറ്റ എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു ചേഞ്ച് ആണ്. ഇതാണ് വ്യത്യാസം. വൈ ബൈ എക്സ് എന്നല്ല കേട്ടോ, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ വൈ ആക്സിസിന്റെ ചേഞ്ച് എന്തൊക്കെയാണ്? ഇത് ആദ്യത്തെ പൊസിഷൻ, ഇത് ഇപ്പോഴത്തെ പൊസിഷൻ. സോ ചേഞ്ച് ഇൻ പൊസിഷൻ x2 മൈനസ് x1. അതിന് തത്തുല്യമായിട്ടുള്ള ചേഞ്ച് ഇൻ ടൈം എന്താണ്? t2 മൈനസ് t1. അപ്പോ എന്റെ എക്സ് കോർഡിനേറ്റ് ആണ് x2 മൈനസ് x1, എന്റെ y കോർഡിനേറ്റ് ആണ് t2 മൈനസ് t1. തെറ്റിപ്പോവണ്ട. ആ വാല്യൂസ് ഞാൻ ഇട്ടു എന്ന് മാത്രം. ഇത് 30 മൈനസ് 20 എന്ന് കിട്ടും, ഇത് 3 മൈനസ് 2 എന്ന് കിട്ടും. ആ വാല്യൂ 10 ആണ്. ഇനി ഈ ഗ്രാഫിന്റെ ഏത് പോയിന്റിൽ ഞാൻ സ്ലോപ്പ് എടുത്താലും ഇത് തന്നെ കിട്ടും. ചരിവ് എങ്ങനെ മാറുന്നത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇതിന്റെ ചരിവാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ് തന്നെയാണ്. ഇതാണ് എക്സ് ആക്സിസ്, ചരിവില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നോറും ചരിവ് കൂടി ഇവിടെ വരുമ്പോൾ ചരിവ് 90. ടാൻ 90 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പൊ ഇത് ഡിഫൈൻഡ് അല്ല. പിന്നെ നോക്കൂ, ചരിവ് കുറഞ്ഞു വരികയാണ്, പക്ഷെ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ സ്ലോപ്പ് പോസിറ്റീവ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം, തിരിച്ച് നെഗറ്റീവും ആവാം. ചരിവ് എന്താണെന്ന് മനസ്സിലായില്ലേ? എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ അളന്ന് നോക്കുക. ഒരു പ്ലെയിൻ, ഒരു സ്കെയിൽ നമ്മൾ ഇങ്ങനെ ചരിച്ചു വെച്ചാൽ മതി. അപ്പൊ ചരിവുണ്ട് നമ്മൾ പറയില്ലേ, എത്ര ചരിവുണ്ട്, കൂടുതൽ ചരിവുണ്ടോ കുറവ് ചരിവുണ്ടോ, എങ്ങോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോ യൂസ് ആണ് സ്ലോപ്പ് ഓഫ് എക്സ് ഗ്രാഫ് എന്ന് പറയുന്നത് ടാൻ തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റി. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു വെലോസിറ്റി. അതാണ് നമ്മൾ പഠിച്ച കാര്യം. ഒരു കാര്യം മനസ്സിലായല്ലോ, എന്താണ് എക്സ് ഗ്രാഫ് എന്ന് മനസ്സിലായി, അതിന്റെ ഒരു യൂസും മനസ്സിലായി. ഇത് നമ്മുടെ NCERT-ലെ ഒരു എക്സാമ്പിൾ ആണ്. കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാ പോകുന്നത്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരേ ബോർഡിൽ 3 വരയ്ക്കാൻ ശ്രമിച്ചത്. ഒരല്പം കൺജസ്റ്റഡ് ആയിട്ട് എനിക്കും തോന്നി, എങ്കിൽ കൂടെ നമുക്ക് ഇതിങ്ങനെ പറയാൻ നിവൃത്തിയുള്ളൂ. ഇതുണ്ടെങ്കിലേ ഇത് പറയാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ NCERT-ൽ 3 സ്ഥലത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. പക്ഷെ കുട്ടികളെ പലപ്പോഴും ചോദിക്കുക, എങ്ങനെ മിസ് ഇവിടെ 2.4 വന്നേ, ഇത് 2.4 ആണോ, തെറ്റാണോ, ശരിയാണോ?
നിരന്തരം ചോദിക്കുന്ന ഒരു ഫിഗറാണ് ഇത് രണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 3 സ്ഥലത്താണെങ്കിലും NCERT ടെക്സ്റ്റിൽ ഞാനത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്, കാറിൽ യാത്ര പോകുന്ന ആളുകളാണ്. ഒരു കാറിന്റെ യാത്ര അത്ര മാത്രമേ ഉള്ളൂ. അതിനെ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ കാണിക്കുകയാണ്. എങ്ങനെയൊക്കെ കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷനും ടൈമും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം. വെലോസിറ്റിയും ടൈമിലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം. ആക്സിലേറ്റർ ഒരു ഉപകരണമാണ് ആക്സിലറേറ്റർ. വേഗത കൂടുക കുറയുക. ആക്സിലറേറ്റർ എന്തിനാ? വേഗത കൂട്ടാൻ. ബ്രേക്ക് എന്തിനാ? വേഗത കുറയ്ക്കാൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്, അറിയാവുന്ന പദങ്ങളുമാണ്. പക്ഷെ അത് ഗ്രാഫ് രൂപത്തിൽ വന്നപ്പോ ആകെ പ്രശ്നമായി. നമുക്ക് പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കാം. നോക്കാം. ചോദ്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കണം ആദ്യം. എന്താ ചോദ്യം? ചോദ്യം ഒന്നും കാണണ്ട, നമ്മൾ ആ കാര്യം, ചോദ്യം എന്ന് പറഞ്ഞാൽ ടെൻഷനായി വേണ്ട, നമ്മൾ യാത്ര പോകുന്ന കാര്യം ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. കൺസിഡർ എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഗാരേജിൽ നമ്മൾ വണ്ടി എടുക്കുകയാണ്, താക്കോൽ ഇടാൻ പോവാണ്, റെസ്റ്റിലായിരുന്നു. വണ്ടി ഷെഡിൽ നിന്ന് ഇറക്കാൻ പോവാണ്. അപ്പൊ അത് റെസ്റ്റിലാണ് ആ സമയത്ത്. ഓക്കെ, ആ സമയത്തിന് നമ്മൾ 0 ടൈം നമ്മൾ വെക്കുക. യാത്ര തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണ്, ബാക്ക് പാക്ക് ഒക്കെ ചെയ്തു, വണ്ടിയിൽ ഡിക്കിയിലെല്ലാം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ഗേറ്റ് ഒക്കെ അടച്ചു, തുറന്നു, നമ്മൾ തിരിച്ചു വണ്ടി പുറത്തിട്ട് ഗേറ്റ് ഒക്കെ പൂട്ടി തുടങ്ങാൻ പോവാണ് യാത്ര. ബൈ സി യു, വീടിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. t=0. ആ സമയത്ത് കാർ റെസ്റ്റിലാണ്. ഓക്കെ, ഇനി ഫ്രം ദ ഒറിജിൻ. അപ്പൊ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ വീട് തന്നെയായിട്ട് സങ്കല്പിക്കുക. അപ്പൊ ഒറിജിൻ എന്ന് പറയുന്നത് x=0, വീട് തന്നെയാണെന്ന് വിചാരിക്കുക. ആ സമയം t=0. ഓക്കെ, ഇനി പിക്കപ്പ് സ്പീഡ്. നമുക്കറിയാം വണ്ടി എടുത്ത വഴി 4ലേക്ക് ആരും തട്ടിയിടാറില്ല. ആദ്യം ന്യൂട്രലില് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റിലിട്ടു, സെക്കൻഡിലിട്ടു, സാവധാനം ഗിയർ അപ്പ് ചെയ്യുക ചെയ്യാം ആണല്ലോ. അപ്പൊ പറയുന്നത് t to 10 seconds, t10 seconds വരെയും പിക്കപ്പ് സ്പീഡാണ്. സാവധാനം അതിന്റെ സ്പീഡ് കൂട്ടി കൊണ്ടുപോവുക 10 seconds വരെ. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം സ്പീഡാണ് 18 സെക്കൻഡ്. എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആണ്. 4th ഗിയറിൽ ഇട്ടു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, ഡയമെൻഷനാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ സെയിം വേഗതയിൽ ഒരു 18 സെക്കൻഡ് 1 2 3 4 ഗിയർ ഇട്ട് കഴിഞ്ഞ ഒരു സ്റ്റേബിൾ ആണ്. 60ഓ 50ഓ എത്രയാന്ന് വെച്ചാൽ ഒരു വേഗതയിൽ സ്റ്റഡി ആയിട്ട് 18 സെക്കൻഡ്സ് പോയി. അതിനുശേഷം ദെൻ ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് എന്തിനാ? വേഗത കൂട്ടാനോ കുറയ്ക്കാനോ? കുറയ്ക്കാനല്ലേ. കുറച്ചു, അപ്ലൈ ആൻഡ് സ്റ്റോപ്സ്. നിൽക്കുകയാണ്, വണ്ടി നിൽക്കുകയാണ് 20 സെക്കൻഡ്സ്. അപ്പൊ ഈ കാര്യം അപ്പോഴേക്ക് എത്ര ദൂരം വണ്ടി സഞ്ചരിച്ചു? നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് വണ്ടി എടുത്തു, നമ്മൾ 296 മീറ്റേഴ്സ് പിന്നിട്ടപ്പോഴേക്ക് ഇത്രയും കാര്യം കഴിഞ്ഞു. എന്തൊക്കെയാ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. ആദ്യം ഒരു 10 സെക്കൻഡ് പതുക്കെ വണ്ടി നീങ്ങി. 10 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെ സ്ഥിരമായ വേഗതയിൽ പോയി. 18 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക് കൊടുത്ത് പതുക്കെ അതിനെ വണ്ടി നിർത്തി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞത്. ഇനി ഫിസിക്സ് ഒന്നും അറിയാൻ നമുക്ക് ചിന്തിച്ചാൽ അറിയാലോ. ആദ്യം ഒരു 10 സെക്കൻഡ് വരെ സാവധാനം വേഗത കൂടി, പിന്നെ ഒരു 10 മുതൽ 18 വരെ ഒരേ വേഗത, പിന്നെ വേഗത സാവധാനം കുറഞ്ഞു. ഇത് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. അതേ കാര്യം ചിത്ര രൂപത്തിൽ അങ്ങോട്ട് അവതരിക്കുകയാണ്. അപ്പൊ ഈ ചിത്രം നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അഥവാ നമ്മുടെ സ്പീഡോമീറ്റർ നമ്മൾ കണ്ട കാര്യം. വേഗത സാവധാനം കൂടി 10 സെക്കൻഡ് വരെ, 10 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെ വേഗത ഏറെക്കുറെ ഒരേപോലെ അവിടെ നിന്നു. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വൈ ആക്സിസിൽ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ടൈം. 18 സെക്കൻഡ് കഴിഞ്ഞപ്പോ സാവധാനം വേഗത കുറഞ്ഞു. അവസാനം 20 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും വെലോസിറ്റി ഇത് 0 ആണ്. ഒറിജിൻ എന്ന് പറയുന്നത് 0 ആണ്. 20 സെക്കൻഡ്സിലും വെലോസിറ്റി 0 ആണ്, 0 സെക്കൻഡ്സിലും വെലോസിറ്റി 0 ആണ്. ഇനി ഈ ഗ്രാഫിന്റെ മറ്റൊരു രൂപമാണ് എക്സ് ടി.
മറ്റൊരു രൂപമാണ് AT. ഞാൻ നേരിട്ട് ഇതിലേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ വണ്ടിയിൽ ഇരുന്നപ്പോ നമുക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. 0 മുതൽ 10 സെക്കൻഡ്സ് വരെ പതുക്കെ 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 വേഗത കൂടി. ഇത് വേഗതയാണ്, ഇത് ടൈമാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാം, 0 to 4 6 8 സെക്കൻഡ്സ് പതുക്കെ 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 വേഗത കൂടി. ഓക്കെ, അത് 10 സെക്കൻഡ്സ് വരെ കൂടി. അപ്പൊ ഏറെക്കുറെ ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുമ്പോ 25 ആയിട്ടില്ല, 25ന് തൊട്ട് താഴെ. അപ്പൊ നമുക്ക് വേഗത കൂടി 24 മീറ്റർ പെർ സെക്കൻഡ് വരെ വേഗത കൂടി. എന്നിട്ട് ആ 24 അങ്ങനെ തന്നെ കുറച്ച് സമയം നിലനിന്നു. പിന്നെ 24 മീറ്റർ പെർ സെക്കൻഡ്, നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് 24 മീറ്റർ പെർ സെക്കൻഡിലാണ് കാറ്. അവിടെ നിന്ന് അത് കുറച്ച് 20 സെക്കൻഡ് ആയപ്പോഴേക്കും അത് വീണ്ടും റെസ്റ്റിലാണ്. അപ്പൊ ഇവിടെ വേഗത കുറഞ്ഞാണ് വരുന്നത്. നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറയും. സ്ലോപ്പ് എന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഇതാണ് നമുക്ക് അനുഭവപ്പെട്ട ഒരു അനുഭവം, വെലോസിറ്റി ടൈം വ്യത്യാസം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ആ എങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നത് നോക്കാം. അതിനാണ് നമ്മൾ സ്ലോപ്പ് എന്നുള്ള കാര്യം പഠിച്ചത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടാൻ തീറ്റ y/x. ഓരോ പോയിന്റും ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ പോയിന്റിലും നമുക്ക് y/x എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇങ്ങനെ, ഇത് വെറുതെ നോക്കിയാൽ മതി. ഇതിന്റെ ചരിവാണ് ഇത്, എന്ന് വെച്ചാൽ ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ ഇത് കിട്ടും, ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ ഇത് കിട്ടും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചരിവ്. അപ്പൊ ഓരോ പോയിന്റിലും, ഇതിന്റെ ഓരോ പോയിന്റിലും വ്യത്യസ്ത ചരിവുകളായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ, ഇപ്പൊ ഇവിടെയാണ് എനിക്ക് സ്ലോപ്പ് എടുക്കേണ്ടത്, ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റിലാണെങ്കിൽ ആ പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ മതി. ഇവിടെയാണെങ്കിൽ ഇതിനൊരു ടാൻജന്റ് വരച്ചാൽ മതി. എന്നിട്ട് ഇത് ഇത്രയും ചരിവാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ചും കൂടെ ചരിവുണ്ട്, ഇവിടെ ഇനിയും ചരിവുണ്ട്, ഇവിടെ ചരിവില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഈ XT ഗ്രാഫിന്റെ സ്ലോപ്പാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. VT ഗ്രാഫിന്റെ സ്ലോപ്പാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൈൻഡിൽ ബൾബ് കത്തേണ്ട കാര്യം. ഈ സ്ലോപ്പ് എന്നുള്ള കൺസെപ്റ്റ് പിടികിട്ടിയ പ്രശ്നം തീർന്നു. ഇനി എങ്ങനെ മിസ് സ്ലോപ്പ് വേണം, അതിനെ വിശദമായി പറഞ്ഞല്ലോ. Y കോർഡിനേറ്റ് എന്തോ ദാറ്റ് ഡിവൈഡഡ് ബൈ X കോർഡിനേറ്റ്. ഇവിടെ Y കോർഡിനേറ്റ് എന്താ, ഇവിടുത്തെ Y കോർഡിനേറ്റ് എന്താ, പൊസിഷൻ. X കോർഡിനേറ്റ് എന്താ, ടൈം. അപ്പൊ നമുക്കറിയാലോ x/t എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണെന്ന്. അപ്പൊ ഇതിന്റെ x/t കണ്ടാൽ നമുക്ക് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, v/t ആക്കാം. ഇനി ഇതിന്റെ v/t, ഇതിന്റെ v/t എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത്രേ. അതിൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. ഓരോരോ സെക്കൻഡ്, ഇപ്പൊ 2 4 6 8 അങ്ങനെ ഓരോ സെക്കൻഡും ചെയ്യുന്നതിന് പകരം ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ആണ്. എക്സാക്ട്ലി മിസ്സേ y/x അത് തന്നെയാണോ വരിക എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ വാല്യൂസ് ആവണമെന്നില്ല. പക്ഷേ ഈ ഗ്യാപ്പിൽ അത് ശരിയാണ്. 0 to 10 എന്ന് പറയുന്നിടത്ത് പിക്കപ്പ് വെലോസിറ്റി, സ്ലോപ്പ് ഇല്ലായിരുന്നു. ഇവിടെ സ്ലോപ്പ് ഇല്ല. സ്ലോപ്പ് പതുക്കെ 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 കൂടി 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 ചരിവ് കൂടി 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 ഓരോ പോയിന്റും ഞാൻ പറയുന്നത് കേട്ടോ, ഓരോ പോയിന്റിലും ചരിവ് കൂടി 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 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചരിവ് ഫിക്സ്ഡ് ആണ്. എത്ര മുതൽ എത്ര വരെ? 10 മുതൽ 18 വരെ ചരിവ് മാറാതെ നിൽക്കുകയാണ്. ചരിവ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി, ഇതിന്റെ ചരിവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് കേട്ടോ, ഇതിന്റെ ചരിവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി മാറുന്നില്ല. അപ്പൊ നോക്കൂ, ഈ റീജിയണിൽ, ഈ കാണുന്ന റീജിയണിൽ അത് തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ളത്, നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ നോക്കൂ, ചരിവ് പതുക്കെ 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 വന്ന് 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 ചരിവ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെലോസിറ്റി കൂടി 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 വരികയാണ്. ഈ രണ്ട് പോർഷൻസും ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് പോർഷൻ നോക്കാം. ബാക്കിയുള്ള 2 സെക്കൻഡ്, 18 നിന്ന് 20 ആവുന്നത് വരെയുള്ള 2 സെക്കൻഡ് എന്ത് വെലോസിറ്റി ആണോ, എന്ത് പൊസിഷനിലാണോ അത് നിൽക്കുന്നത് അതേ പൊസിഷനിൽ തുടരുകയാണ്. ഇത് പൊസിഷനാണ്, ഇത് ടൈമാണ്. അപ്പൊ ഈ 2 സെക്കൻഡിൽ അത് പൊസിഷൻ, സെയിം പൊസിഷനിൽ തുടരുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റെസ്റ്റ്,
ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും അഥവാ റെസ്റ്റ് ചെയ്യും. അപ്പൊ അവസാനത്തെ 2 സെക്കൻഡ് അത് റെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് പാരലൽ ടു എക്സ് ആക്സിസ് കിട്ടിയത്. കിട്ടിയില്ലോ? ഇനി അതേ സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? 24 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്ന വേഗത യൂണിഫോം ആയിട്ട് കുറഞ്ഞ്, അതാണ് യൂണിഫോം ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ലോപ്പിന് വ്യത്യാസമില്ല, സെയിം സ്ലോപ്പാണ് ചരിവ്, എന്നിട്ട് 20-ലെത്തി. അപ്പൊ ഇത് യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന വെലോസിറ്റി. ഇവിടെ നോക്കൂ, വെലോസിറ്റി ഇൻക്രീസ്, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് യൂണിഫോം അല്ല, ഇവിടെ പക്ഷെ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാ? യൂണിഫോം ഡിക്രീസ് ആണ്. യൂണിഫോം ആയിട്ടാണ് ഡിക്രീസ് ചെയ്തത്. ഇവിടെ യൂണിഫോം ആയിട്ടല്ല ഇൻക്രീസ് ചെയ്തത്. കിട്ടിയല്ലോ? ഇനി ഇതിന്റെ സ്ലോപ്പാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം, 0 to 10 velocity increasing, not uniform. 10 to 18 second velocity is constant. 18 to 20 velocity is decreasing in uniform manner. Okay? ഇനി ഇതിന്റെ സ്ലോപ്പ് തന്നെ ഇങ്ങോട്ടേക്ക് ചാടുക. എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 0 to 10 എടുത്തു, 10 to 18 എടുത്തു, 18 to 20 എടുത്തു. അപ്പൊ എങ്ങനെ നമുക്ക് v by t കിട്ടുക? ഡെൽറ്റ v by ഡെൽറ്റ t. അതായത് v2 മൈനസ് v1 by t2 മൈനസ് t1. അങ്ങനെയാണ് ആക്സിലറേഷൻ കാണുക. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 0 to 10, 0-ലും 10-ലും എന്താ വെലോസിറ്റി? ഇത് 0, ഇത് 10. 10-ൽ ഏറെക്കുറെ 24, 0-ൽ 0. അപ്പൊ v2 മൈനസ് v1 by t2 മൈനസ് t1. t2 മൈനസ് t1 എത്രയാ? 10 മൈനസ് 0, അത് 10 ആണ്. അപ്പൊ നമുക്ക് 24/10 2.4. എവിടത്തെ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആക്സിലറേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് 2.4. ഇത് NCERT ടെക്സ്റ്റിൽ ഇത് 4.8 നേരം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, മിസ് ഇത് 2.4 അല്ലേ 4.8 അല്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 2.4 തന്നെയാണ്. പക്ഷെ NCERT ടെക്സ്റ്റിൽ അത്ര തെറ്റ് വരാറില്ല. അപ്പൊ ഒരു സംശയം ബാക്കിയുണ്ട്. പക്ഷെ എന്റെ ഒരു നോട്ടത്തിലും മനസ്സിലാക്കലിലും 2.4 വരാൻ വഴിയുള്ളൂ. 4.8 ആവാൻ സാധ്യത കാണുന്നില്ല. ഇനി 10 to 18 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പാണ്. ഇവിടെ 24 ആണ് വെലോസിറ്റി, ഇവിടെയും 24 ആണ് വെലോസിറ്റി. അപ്പൊ 24 മൈനസ് 24 ഡിവൈഡഡ് ബൈ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ചേഞ്ച് 18 മൈനസ് 10 എന്ന് പറഞ്ഞത് 8 ആണ്. ഇതാണ് 10 to 18 ആണ്. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് 18 മൈനസ് 10 8 ആണ്. പക്ഷെ ന്യൂമറേറ്റർ ഓൾറെഡി 0 ആണ്, അതുകൊണ്ട് ആൻസർ 0 ആണ്. ആ പോർഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 10 മുതൽ 18 വരെ ആക്സിലറേഷൻ, ഇത് y ആക്സിസിൽ ആക്സിലറേഷൻ ആണ്. ഇവിടെ ആക്സിലറേഷൻ 0, ഇവിടെ ആക്സിലറേഷൻ ഗ്രാജുവലി കൂടി 2.4 ആയി. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് സെയിം ആണല്ലോ. അപ്പൊ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ 2.4 ആണ്. ഇനി ഇത് അവിടെ നിന്ന് ഈ പോയിന്റ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ ഗ്രാജുവലി 0-ൽ നിന്ന് ആക്സിലറേഷൻ പതുക്കെ കൂടി കൂടി 2.4 ആയി. പക്ഷെ ഈ ഗ്യാപ്പിൽ അത് 0 ആണ്. ഇനി ലാസ്റ്റ് വൺ 18 to 20. അപ്പൊ 20 മൈനസ് 18 എഴുതാം. 20 മൈനസ് 18 ഉദ്ദേശിക്കുന്നത് 2 സെക്കൻഡ്സ്. ആ 2 സെക്കൻഡ്സ് 12 ആണ്. പക്ഷെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. മൈനസ് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ഇനീഷ്യൽ എത്ര? 24, ഫൈനൽ എത്രയാ? 0. കാരണം ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്തായി? 0 അല്ലേ? അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ 0 മൈനസ്, അതാണ് ഈ മൈനസ് വരാൻ കാരണം, മൈനസ്. ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ ആണ്. അപ്പോ y ആക്സിസ് -12 ആണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആ -12. 2 സെക്കൻഡ്സിൽ ഇതിന്റെ ആക്സിലറേഷൻ -12 ആണ്. പിന്നെ ഇങ്ങനെ ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂറ്റി ആണ്. ആ ഗ്രാഫിലെ ഒരു കണ്ടിന്യൂറ്റി, അല്ലാതെ ചാടി സത്യത്തിൽ 2.4 നിന്ന് 0-ലോട്ട് ചാടുക, 0-ൽ നിന്ന് -12-ലോട്ട് ചാടുക എന്നുള്ളതൊന്നും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വരില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മളുടെ ആ ഫിഗറിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മളിവിടെ ലൈൻസ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട 3 ഗ്രാഫുകളാണ് നമ്മുടെ NCERT-യിലുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്തിടാം. ഇത് നമുക്ക് ആ സ്ലോപ്പ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വീണ്ടും സഹായിക്കും. ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്ലോപ്പ് എന്നുള്ള കൺസെപ്റ്റ്,
രണ്ട് ഏരിയ എന്നുള്ള കൺസെപ്റ്റ്, ഗ്രാഫുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് വാക്കുകളാണിത്. അത് സ്ലോപ്പ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഗ്രാഫുകളെയും കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഭാഗമായിരുന്നു ഇത്. സ്ലോപ്പ് എന്ന് പറയുന്നത് ചരിവാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ചരിവിനെ അളക്കുക. തീറ്റ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അളക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ അളക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇത് 0 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. 0 to 90 ഇടയിൽ ടാൻ തീറ്റ, സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ഞാൻ പറഞ്ഞു ടാൻ തീറ്റ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്. മാത്രവുമല്ല പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ ഇത് തീറ്റ പോസിറ്റീവാണ്, തീറ്റ 0യുടെ ഇത് 0 ഡിഗ്രിയാണ്, 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ടാൻ തീറ്റ 0യുടെ 90യുടെ ഇടയിൽ വരുമ്പോൾ ഈ ടാൻ തീറ്റ പോസിറ്റീവാണ്. ടാൻ തീറ്റ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി പോസിറ്റീവാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് വെലോസിറ്റി നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്ത കേസ് വരുമ്പോൾ ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇത് നെഗറ്റീവ് ടൈം ആക്സിസാണ്. അതിനർത്ഥമില്ല. കാരണം ടൈം എപ്പോഴും ഒറിജിനിൽ നിന്ന് കൂടിയേ വരുള്ളൂ, കുറഞ്ഞു വരില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇവിടെയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ ഈ ലൈൻ ഇങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ഇത് എക്സ് ആക്സിസ് ആണ് നമുക്കറിയാം. ഈ എക്സ് ആക്സിസിൽ നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ നോക്കിയേ, ഇത് എത്ര കിട്ടി? ഏറെക്കുറെ ഇത് 90 ആണ്. ഇത് ഒരു 120, 130ഓളം വരുന്നുണ്ട്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നിയർലി, വെറുതെ ഒരു റഫ് വാല്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ 90 എടുക്കുകയാണെങ്കിൽ ഈ 90യുടെ കൂടെ ഒരു 40 കൂടെ കൂട്ടാം. അപ്പോൾ 130, ഏറെക്കുറെ ഒരു 130 ഡിഗ്രിയോളം വരുന്നുണ്ട്. അപ്പോൾ ടാൻ 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്? സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. കാരണം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ് തരിക. അതുകൊണ്ട് ഇവിടെ വെലോസിറ്റി നെഗറ്റീവാണ്. ചരിവ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കേണ്ട എക്സ് ആക്സിസ് ഇങ്ങനെ ഇരുന്നാൽ 90ആയി. ഇങ്ങനെ ഇരുന്നാൽ വീണ്ടും അത് 90ന് മേലെ, 90ന് മുകളിലായി. അപ്പോൾ തീറ്റ 130. അപ്പോൾ നമ്മൾ പറയും ആ സ്ലോപ്പ് നെഗറ്റീവാണെന്ന് പറയും. അപ്പോൾ ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. ഇനി ഇവിടെ എന്താ അവസ്ഥ? സ്ലോപ്പില്ല, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇതാണ് എക്സ് ആക്സിസ്, അതിന് പാരലായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ചരിവില്ല. ചരിവില്ല എന്ന് പറഞ്ഞാൽ നോ സ്ലോപ്പ്. നോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റി. നോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. ഇനി ഇതൊന്ന് നോക്കാം. ഇങ്ങനെ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഡിഫറെൻറ്റ് XT ഗ്രാഫുകൾ മാത്രമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം XT ഗ്രാഫാണ്. ഒറ്റ കൺസെപ്റ്റിൽ സംസാരിക്കുന്നത്. XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരുന്നു. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സംസാരം മൊത്തം. ഓക്കെ, അപ്പോൾ ഇത് വെലോസിറ്റി പോസിറ്റീവ്, വെലോസിറ്റി നെഗറ്റീവ്, റെസ്റ്റ്. അടുത്ത കേസ് നോക്കുക. വെലോസിറ്റി തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി തരുന്നത് തന്നെ ശ്രദ്ധിക്കുക. നോക്കുക, ഈ ഓരോ പോയിൻറ്റ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഓരോ പോയിൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഓരോ പോയിൻറ്റും നമ്മൾ സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ സ്ലോപ്പ് നോക്കുക. ഇതിൻ്റെ ചരിവെന്ന് പറയുന്നത് ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഇതാണ് ഇവിടുത്തെ ചരിവ്. ഇങ്ങനെ ഒരു ചരിവ്. അടുത്തത് ഇങ്ങനെ ഒരു ചരിവ്. ഇങ്ങനെ, പിന്നെ നമുക്ക് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. അപ്പോൾ ഈ ചരിവ് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഓരോ പോയിന്റിലെയും ചരിവുകളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓരോ പോയിന്റും ചരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ നോക്കൂ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ചിന്തിക്കുക. ഇതേപോലെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ 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 എന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിവ് ഈ തീറ്റ 130. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീറ്റ 130. കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ തീറ്റ ഒരു 160. ഇനി ഇങ്ങനെ കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ തീറ്റ 180 ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുറച്ചും കൂടെ, പിന്നെ കുറച്ചും കൂടെ. ഇത് ഹൊറിസോണ്ടലായി. ഹൊറിസോണ്ടലായി എന്ന് പറഞ്ഞാൽ എന്തായി? തീറ്റ 0 ആയി. അപ്പോൾ നെഗറ്റീവായിരുന്നു. നെഗറ്റീവായിരുന്നു ശരി തന്നെ. നെഗറ്റീവെന്ന് വന്ന് അത് 0 ആയി. വെലോസിറ്റിയുടെ വാല്യൂ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടാൻജൻറ്റ്, അതാണ് ഞാൻ പറഞ്ഞ സ്ലോപ്പ്.
ഈ ഓരോ പോയിന്റിലെയും സ്ലോപ്പ് വന്ന് നെഗറ്റീവിൽ നിന്ന് വന്ന് 0 ആയി. ഇനി അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനെ വരുന്ന സ്ലോപ്പ് എന്താ? പോസിറ്റീവ്. അപ്പോൾ വെലോസിറ്റി ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും നെഗറ്റീവിൽ നിന്ന് 0 വന്ന് പിന്നെ പോസിറ്റീവ് ആവുകയാണ്. ആര്? വെലോസിറ്റി. അപ്പം വെലോസിറ്റിയുടെ അവസ്ഥ എന്താ? വെലോസിറ്റി എന്താ അവസ്ഥ? നെഗറ്റീവ് ടു 0 ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ലൈൻ നമ്മൾ ആലോചിച്ച് നോക്കിയേ, -0 പ്ലസ്. അപ്പോൾ അത് പ്ലസ് എക്സ് ഡയറക്ഷനിലേക്ക് കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ ഉണ്ടാവുക, റിട്ടാർഡേഷൻ അല്ലല്ലോ. ആക്സിലറേഷൻ ഇസ് പോസിറ്റീവ്. ഇതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ ഓരോ പോയിന്റ്, ഇത് ഹൊറിസോണ്ടലാണ്, ഇതിനൊരു ടാൻജൻറ്റ് വരച്ചാൽ ഇത് ഹൊറിസോണ്ടലാണ്. ഇവിടെ വെലോസിറ്റി 0 ആണ്. ദാ ഇവിടെ എന്ത് വരും? ദാ ഇവിടെ ഇപ്പോൾ വെലോസിറ്റി പോസിറ്റീവാണ്. ദാ പോസിറ്റീവാണ്. ദാ കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, 0 ആയി, ഇനി നെഗറ്റീവായി. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതിൻ്റെ കൈ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വന്നു, പിന്നെ ദാ ഇങ്ങനെയാണ് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആദ്യം വെലോസിറ്റി കൂടുതലായിരുന്നു, അതായത് സ്ലോപ്പാണ് പറയണത്. ഇതാണ് സ്ലോപ്പ്. ദാ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് പിന്നെ അത് കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെയായി അവസാനം അത് ഹൊറിസോണ്ടലായി, പിന്നെ ഇങ്ങനെയായി. അപ്പോൾ എന്താ അവസ്ഥ? കൂടുതലുണ്ടായിരുന്ന വെലോസിറ്റി 0 എത്തി, പിന്നെ കുറയാൻ തുടങ്ങുകയാണ്. അപ്പം നമ്പർ ലൈനിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കൂടുതലുണ്ടായിരുന്നു, 0-ലെത്തി കുറയാൻ പോയി എന്ന് വെച്ചാൽ റിവേഴ്സാണ്. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷനാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ, ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താ? ആക്സിലറേഷൻ 0 എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഇതിൻ്റെ സ്ലോപ്പ് ഇതാണ് ഇതിൻ്റെ ചരിവ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതിന് ഇതാ ചരിവ് ഇതാണ്. ഇത് തീറ്റ ഇതിന് ഫിക്സ്ഡ് ആണ്. ഇതിൻ്റെ ടാൻ തീറ്റ, ഇതിൻ്റെ നമ്മൾ ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റി കിട്ടും. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ, അത് മാറുന്നില്ല. അപ്പോഴപ്പോഴും ചരിവ് മാറുന്നില്ല. ഇതിന് നോക്കൂ, ഇതിന് ഓരോ സെക്കൻഡിലും ചരിവ് മാറിയാണ് വരുന്നത്. ഇതിനും ചരിവ് മാറിയാണ് വരുന്നത്. പക്ഷേ ഇത് പെർമനൻ്റ് ആയിട്ടൊരു ചരിവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി കൂടുന്നുമില്ല, കുറയുന്നുമില്ല. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇല്ല. വെലോസിറ്റി കൂടുന്നതിന് ആക്സിലറേഷൻ പോസിറ്റീവ്, വെലോസിറ്റി കുറയുന്നതിന് ആക്സിലറേഷൻ നെഗറ്റീവ്. ഇവിടെ കൂടുന്നുമില്ല, കുറയുന്നില്ല, സ്ഥിരമായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എന്താണ്? 0. മാറിപ്പോവരുത്, പൊസിഷൻ ടൈം തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ വെലോസിറ്റിയാണ് 0. കാരണം പൊസിഷൻ മാറുന്നില്ല. സമയം മാറുമ്പോൾ പൊസിഷൻ മാറുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? സമയം മാറിക്കോട്ടെ, പൊസിഷനും മാറിക്കോട്ടെ, പക്ഷേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ വണ്ടി ഒരേ വേഗതയിൽ പോകും, ആക്സിലറേറ്റർ കൊടുത്തിട്ടില്ല, ആക്സിലറേറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആക്സിലറേഷൻ ഇസ് 0. ആക്സിലറേറ്റർ കൊടുത്താലല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ആക്സിലറേഷൻ കൊടുക്കണ്ട, ആക്സിലറേറ്റർ കാല് വെക്കണ്ട, വെറുതെ ഇവിടെ കാല് വെച്ചിരുന്നാൽ മതി. കോൺസ്റ്റൻറ്റ് വേഗതയിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വിവിധ രൂപങ്ങളാണ്. നിങ്ങളടുത്ത് ഇതിലേതെങ്കിലും ഒരു ഗ്രാഫ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി: പോസിറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് വെലോസിറ്റി, റെസ്റ്റ്. ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ, 0 ആക്സിലറേഷൻ. പക്ഷെ ഇതെങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിത് മറന്നു പോവില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ ക്ലാഷായി പോകും. കുറേ ഗ്രാഫ് കാണുമ്പോൾ ഇതിലേത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വിവിധ രൂപങ്ങൾ. പലതരത്തിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫിനെ പരിചയപ്പെട്ടിരുന്നു. ഇതെല്ലാം തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇവയെല്ലാം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൻ്റെ എല്ലാം സ്ലോപ്പ്, ചരിവെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു, ഇതിങ്ങനെ നിൽക്കുന്നു, ഇതെങ്ങനെ ചരിഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ചരിവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. ഈ പറയുന്ന ഏത് ഗ്രാഫിൻ്റെയും ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, മുഴുവൻ ആളുകളുടെയും. പക്ഷേ ആക്സിലറേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഡയറക്ഷൻ +x ആവാം, -x ആവാം. അതാണ് ഈ കേസസ്.
അപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മളൊരു നമ്പർ ലൈനൊക്കെ പഠിച്ചിരുന്നു. ഇങ്ങോട്ടേക്ക് +x, ഇത് ഒറിജിൻ, ഇങ്ങോട്ടേക്ക് -x, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, +x-ലാണോ -x-ലാണോ, സ്പീഡ് കൂട്ടിയാണോ കുറച്ചാണോ, അതാണ് ഈ ഗ്രാഫുകളിൽ അർത്ഥം. അപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒറിജിൻ. ഒറിജിനിൽ തന്നെ അതിനൊരു വേഗതയുണ്ട്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഓടിത്തുടങ്ങി ഇടയ്ക്ക് എപ്പോഴോ ആണ് നമ്മൾ സമയം നോക്കുന്നത്. അതാണ് നമ്മുടെ ഒറിജിൻ. അപ്പോൾ ആ ടൈം എപ്പോഴാണോ വണ്ടി ഓടി V0 വേഗത എത്തിയത്, ആ സമയം നമ്മൾ T0 ആയിട്ട് കണക്കാക്കുന്നു. പിന്നീട് അങ്ങോട്ട് നോക്കുക, സമയം കൂടുന്തോറും വേഗത കൂടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയിൽ യാത്രയാവുന്നു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ ഇട്ടപ്പോഴേക്കും V0 വേഗത കൈവരിച്ചു, ഒരു നിശ്ചിത ദൂരം യാത്ര ചെയ്തു. അപ്പോൾ ക്രമമായിട്ട് വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലറേഷൻ ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ എല്ലാ ഫിഗറിലും ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ കൃത്യ ഇൻ്റർവെൽസിൽ കൃത്യമായിട്ടാണ് വേഗത വ്യത്യാസം വരുന്നത്. അങ്ങനെ കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +x ഡയറക്ഷനിലാണ്, പോസിറ്റീവ് x ഡയറക്ഷനിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനിൽ നിന്ന് +x ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് പോകുന്നത്? ക്രമമായിട്ട് യൂണിഫോം കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ആക്സിലറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്ലിയർ ആണ് ഈ ഫിഗറിൽ നിന്ന്. അടുത്തത് ഇത് നോക്കിയാലോ. ഇത് നോക്കൂ, ഇതേ അവസ്ഥയാണ്, ക്രമമായ ആക്സിലറേഷനാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവാണ്. അതെന്താ അർത്ഥം? നോക്കൂ, ഒറിജിനിൽ അതിൻ്റെ വേഗത V0 ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വണ്ടി ഓടിത്തുടങ്ങി കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ നമ്മൾ ടൈം 0 സെറ്റ് ചെയ്യാണ്. ആ സമയത്ത് ആ വണ്ടിക്കൊരു വേഗതയുണ്ട്. പക്ഷേ നോക്കൂ, കുറേ സമയം പിന്നിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞ് നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് മുട്ടിച്ചാൽ നിശ്ചിത സമയം കഴിയുമ്പോൾ അതിൻ്റെ വേഗത 0 ആവാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് നമ്മൾ പതുക്കെ ബ്രേക്ക് കാലുവെച്ചു. ഇവിടെ ആക്സിലേറ്ററിലാണ് കാലുവെച്ചിരിക്കുന്നത്. വേഗത ക്രമമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് എന്ന് എഴുതിയത്. ഇവിടെ നേരെ തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, V0 വേഗതയുള്ള വണ്ടി ആക്സിലറേറ്ററിന് പകരം ബ്രേക്കിൽ കാല് വെച്ചപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞ് 0 ആവാൻ പോവാണ്. അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ എന്ന് പറയും. വേഗത ക്രമമായി കുറയുക എന്നല്ല, ക്രമമായി കുറയുക. യൂണിഫോം ആണ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. കിട്ടിയല്ലോ. ഇനി ഇതെന്താ അവസ്ഥ? അപ്പം ഇവിടെ രണ്ടും വണ്ടി ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? +x ആക്സിസിൽ തന്നെ പോവാണ്. ഇവർ രണ്ടുപേരും +x ആക്സിസിലാണ് പോകുന്നത്. കാരണം ഇവരുടെ വേഗത ഇവർക്കെല്ലാം ഇനിഷ്യലി ഒരു വേഗതയുണ്ട്. ആ വേഗത ഉള്ളിടത്തുനിന്ന് കൂടി, ആ ഉള്ളിടത്തുനിന്ന് വേഗത കുറഞ്ഞു. രണ്ടുപേരും പോസിറ്റീവ് x ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ഇവർ രണ്ടുപേരും പോസിറ്റീവ് x ഡയറക്ഷനിൽ തന്നെ, പക്ഷേയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ അവസ്ഥ? നെഗറ്റീവ് വെലോസിറ്റിയാണ് തുടക്കത്തിൽ. ഇതാണ് ഒറിജിൻ. ഈ ഒറിജിനിൽ നെഗറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെ നമ്മൾ വെലോസിറ്റി എന്ന് എഴുതുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം നമുക്കറിയാം. അപ്പോൾ അത് പ്രകാരം വെലോസിറ്റിക്കും പ്ലസും മൈനസും 0യും വരാം. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് വെലോസിറ്റിയാണ് തുടക്കത്തിലേ ഉള്ളത്. നെഗറ്റീവ് വെലോസിറ്റി നമുക്ക് തുടക്കത്തിലേ ഉണ്ട്. ഒരു നിശ്ചിത സമയം കഴിയുന്നവരെയും ആ നെഗറ്റീവ് വെലോസിറ്റി സാവധാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്രമമായിട്ടാണ്. അപ്പം നെഗറ്റീവ് ആക്സിലറേഷൻ കീപ്പ് ഓൺ ഇൻക്രീസിങ്, നെഗറ്റീവ് വെലോസിറ്റി കീപ്പ് ഓൺ ഇൻക്രീസിങ്. ആക്സിലറേഷൻ അല്ല, ക്ഷമിക്കണം, നെഗറ്റീവ് ആക്സിലറേഷനാണ് ഇതിനുള്ളത്. പക്ഷേ ഈ നെഗറ്റീവ് വെലോസിറ്റി കീപ്പ് ഓൺ ഇൻക്രീസിങ്. അപ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ഓക്കെ. ഇനി ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ നോക്കൂ, ഇതേപോലെ തന്നെ ഈ സെയിം ഗ്രാഫാണ് പകുതി വരെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനൊരു വേഗത ഉണ്ടായിരുന്നു, ആ വേഗത കുറഞ്ഞ് 0യിലെത്തി. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കുറഞ്ഞ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കുറഞ്ഞ് ഈ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അതിൻ്റെ വേഗത കുറഞ്ഞ് 0 ആയി എന്ന് വിചാരിക്കുക.
എന്നിട്ട് എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ഡയറക്ഷനിൽ പോന്നാൽ മതി. ആ റിവേഴ്സ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കം, അതാണ് നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലസ് വി ആണ് വെലോസിറ്റി, തിരിച്ച് ആ ഒരു പോയിന്റിലെത്തി തിരിച്ച് മടങ്ങുകയാണ്. ആ വെലോസിറ്റിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് T1 വരെ, T1ൽ എത്തിക്കഴിയുമ്പോൾ ചേഞ്ചിങ് ഡയറക്ഷൻ. അപ്പോൾ T1 വരെ പ്ലസ് എക്സിലാണ് പോയതെങ്കിൽ T1 കഴിയുമ്പോൾ തിരിച്ചത് മടങ്ങുകയാണ്. അപ്പോൾ തിരിച്ച് മടങ്ങുക എന്ന് പറയുമ്പോൾ വെലോസിറ്റി റിവേഴ്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫെമിലിയർ ആവേണ്ട ഗ്രാഫുകളാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് രണ്ട് കാര്യം ഉണ്ടായിരുന്നത്, ഒന്ന് സ്ലോപ്പ്. ഇതിനെക്കുറിച്ച് ഇത്രയും നേരം നമ്മൾ പൊസിഷൻ ടൈമിൻ്റെയും വെലോസിറ്റി ടൈമിൻ്റെയും ഒക്കെ സ്ലോപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് ഏരിയ എന്നൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കൺസെപ്റ്റാണ്, നമുക്കൊന്ന് സ്ലോപ്പ്, മറ്റൊന്ന് ഏരിയ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്, അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ പോസിറ്റീവാണ്. യൂണിഫോം ആക്സിലറേഷനാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, കാരണം അതിൻ്റെ ചരിവ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ചരിവ് വെലോസിറ്റിയാണ്. ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ യൂണിഫോമാണ്. ഇതിൻ്റെ ആക്സിലറേഷൻ കാണാൻ സ്ലോപ്പ് എടുത്താൽ മതി, ഇതിൻ്റെ ചരിവെടുത്താൽ മതി. ചരിവെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ബൈ ഇതെന്ന് കിട്ടും. അപ്പോൾ ചരിവ് v-v0/t, അതാണ് ആക്സിലറേഷൻ. ഇതാണ് ഹൊറിസോണ്ടൽ, ഇവിടെ നിന്നുള്ള ചരിവാണ് തീറ്റ. അപ്പോൾ v-v0/t അഥവാ v-v0 = 80 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഈ പോർഷൻ്റെ ഏരിയയും ഈ പോർഷൻ്റെ ഏരിയയും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഏരിയ കാണാനായിട്ട് ഇത്രയും പോർഷൻ്റെ ഏരിയ റെക്റ്റാങ്കിൾ, ഇത് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത് ടി, ഇത് v0t. അതുപോലെ ഇതിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ബേസ് ഓൾട്ടിറ്റ്യൂഡ്, ബേസ് ടി ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ദൂരം v-v0. പക്ഷേ നമുക്കറിയാം v-v0 80 ആണെന്ന്. v-v0ക്ക് 80 ഇട്ട് കൊടുത്തു, ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ v0t + ½ AT² എന്ന് കിട്ടും. പക്ഷേ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, കൈനമാറ്റിക് ഇക്വേഷൻസ്. S = ut + ½ AT² എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതെന്തായിട്ട് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട യൂസാണ്. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന് രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന്, അതിൻ്റെ സ്ലോപ്പ് നമുക്ക് ആക്സിലറേഷൻ തരും. രണ്ട്, ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ NCERTയുടെ ഗ്രാഫ്. കൃത്യമായിട്ടും പറയട്ടെ, NCERT ചാപ്റ്റർ 3ലെ ഗ്രാഫ്. വേറെ ഒന്നും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ പോയിട്ടില്ല. അതുമാത്രമാണ്. കാരണം കുറേ ഞാൻ പറഞ്ഞല്ലോ, കുറേ അധികം വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ടോപ്പിക്സും വലിയ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ പരിചയപ്പെടുത്തി പല സീരീസും ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാഫിനെ കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ടിട്ട വീഡിയോ ആണ്. ഒരല്പം ലെങ്തിയാണ്, 1 മണിക്കൂറിന് മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് NCERT ടെക്സ്റ്റ് എടുത്തൊന്ന് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇടാം, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.